ഹലോ. ഇന്ന് ജൂൺ 3. ഹനുമോളുടെ സ്കൂൾ ഓപ്പണിംഗ് ഡേ ആണ് കേട്ടോ ഇന്ന്. ആൾ രാവിലെ തന്നെ യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. പിന്നുണ്ടല്ലോ, എൻ്റെ കുഞ്ഞിൻ്റെ വിചാരമേ അങ്കനവാടിയിലെ പോലെ അവിടെ കളിയും ചിരിയും മാത്രമേ ഉള്ളൂ എന്നാ. പക്ഷെ അവൾക്കറിയില്ലല്ലോ അതുമാത്രമല്ല, അവിടെ കുറേ പഠിക്കാനൊക്കെ ഉണ്ടെന്ന്. എന്തായാലും സ്കൂൾ ലൈഫ് നല്ല ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആശാട്ടി പോവുകയാണ്. എന്തായാലും അവളുടെ വിശ്വാസം അവളെ രക്ഷിക്കട്ടെ അല്ലേ. അങ്ങനെ നമ്മൾ രാവിലെ മഴയാണെങ്കിലും നമ്മളങ്ങ് ഇറങ്ങി. അവിടെ എത്തിയപ്പോഴത്തേന് 10 മണിക്കാണ് കേട്ടോ നമുക്ക് എത്തേണ്ടത്. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴത്തേന് നല്ല ലേറ്റായി. അതല്ലേലും അങ്ങനെയാണല്ലോ, അവിടെ എവിടെ പോകാൻ ഇറങ്ങിയാലും ഞങ്ങളിങ്ങനെയാണ്, ലേറ്റായിട്ട് ഇറങ്ങത്തുള്ളൂ. ആ അങ്ങനെ ഹന്നമോളെ എൻ്റെ കൈയൊക്കെ പിടിച്ച് സ്കൂളിൻ്റെ വാടി ആദ്യമായിട്ട് ചവിട്ടുകയാണ് കേട്ടോ. ആദ്യമായിട്ടല്ല, ഈ യൂണിഫോമൊക്കെ ഇട്ട് ആദ്യമായിട്ടാണ്, അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ആ എന്തായാലും ആ സമയത്ത് എനിക്കുണ്ടായൊരു ഫീലിംഗ്, അത് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം ഹന്നമോള് അങ്കനവാടിയിലോട്ടൊക്കെ പോയിട്ടൊക്കെ ഉണ്ട് ഒരു വർഷത്തോളം. പക്ഷെ എന്നാലും സ്കൂളിലേക്കൊക്കെ പോകുമ്പം അത് നമ്മൾ പേരൻസിനൊരു വല്ലാത്തൊരു ഫീലിങ്സ് അല്ലേ. ആ ഒരു ഫീലിങ്സ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ഹന്നമോളെ പോലുള്ള കുറേ കുഞ്ഞുങ്ങളെയൊക്കെ വെൽക്കം ചെയ്ത് ഇവിടെ മിസ്സൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവളിവിടെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കുകയാണ്, ഇവിടെ എന്താ ഇവിടെ ഇപ്പം നടക്കുന്നതെന്നുള്ള രീതിയിൽ. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞു മക്കളെ എല്ലാവരെയും സ്റ്റേജിലേക്കൊക്കെ വിളിച്ചായിരുന്നു കേട്ടോ. ഒരു മ്യൂസിക്കൊക്കെ ഇട്ട് അവരെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ ഹാപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനിടയിലാണ് നമ്മുടെ മിസ്സ് വന്നിട്ട് ഹന്നമോളോട്, ആ ബിയറിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുത്താലോ, ദേണ്ട കിടക്കുന്ന ചട്ടിയും കലവും. അപ്പം ഒരു കരച്ചില എൻ്റെ കൊച്ച്. എന്തിനാ കരഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ ചോദിച്ചപ്പോൾ പറയുകയാണേ, ബിയറിനെ എനിക്ക് പേടിയാണ് അതുകൊണ്ടാണ് അമ്മയെന്ന്. ബിയറിനെ പേടിയാണെങ്കിൽ ഫോട്ടോ എടുക്കാതിരുന്നാൽ പോരെ, അതിൻ്റെ അടുത്ത് പോകാതിരുന്നാൽ പോരെ, എന്തിനാ ഇവളെ കിടന്ന് കരഞ്ഞത്? എന്തായാലും കരച്ചിലൊക്കെ മാറ്റി നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് വന്നു. ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ദേണ്ടേ അവിടെ ബാക്കി കുറേ കുട്ടികൾ കിടന്ന് കരച്ചിലോട് കരച്ചിൽ. പേരൻസൊക്കെ കൂടെ ഉണ്ട്, എന്നാലും അവർ കരയുക. എന്തായാലും ഈ കരച്ചിൽ കണ്ടിട്ടായിരിക്കും മിസ്സ് എന്ത് ചെയ്തു, പെട്ടെന്ന് അറ്റൻഡൻസ് ഒക്കെ എടുത്ത് ഇവരുടെ ടെക്സ്റ്റ് ബുക്സൊക്കെ വാങ്ങി സ്കൂളിൽ, അതായത് ക്ലാസ്സിൽ വെച്ചിട്ട് ഇവരെ വിട്ടു. അപ്പോൾ നമ്മൾ കരച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞു പിള്ളേരെ എല്ലാവരെയും കൂടെ നമ്മുടെ പേരൻസ് എന്ത് ചെയ്തു, ഈ പാർക്കിലേക്ക് അങ്ങ് ഇറക്കി. അപ്പോഴത്തേന് ദേണ്ടേ അവരുടെ കരച്ചിൽ മാറി, എല്ലാം മാറി. കരച്ചിൽ മാറി, പിന്നെ ചിരിയായി. പിന്നെ പാർക്കിൽ നിന്ന് വിളിച്ചോണ്ട് പോകുന്നതിനായിരുന്നു കരച്ചിൽ. എന്തായാലും നമ്മൾ ഹന്നമോളും കൂടെ അവിടോട്ട് ഇറങ്ങി പാർക്കിലൊക്കെ കിടന്ന് കളിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നുണ്ടല്ലോ, ഇവരുടെ ടെക്സ്റ്റ് ബുക്സൊക്കെ സ്കൂളിൽ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. നോട്ട് ബുക്സ് മാത്രമേ നമ്മൾ വീട്ടിലോട്ട് തന്നു വിടത്തുള്ളൂ കേട്ടോ. നോട്ട് ബുക്സ് തന്നു വിടുന്നത് ഇവർ പഠിപ്പിക്കുന്നതൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ പേരൻസിന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നോട്ട് ബുക്സൊക്കെ തന്നു വിടുന്നത്. എനിക്ക് തോന്നുന്നു LKG UKGക്ക് മാത്രമേ ഉള്ളൂ തോന്നി ഇങ്ങനെ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ടെക്സ്റ്റ് ബുക്സും നോട്ട് ബുക്സും എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ കൊണ്ടുവരുവാനും കേട്ടോ. എല്ലാ ദിവസവും സ്കൂളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ട് അങ്ങനെയാണ്. പക്ഷേ ഇവർക്ക് മാത്രമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും ഇവർക്ക് നോട്ട് ബുക്സ് വീട്ടിൽ തന്നു വിടും, പക്ഷേ ടെക്സ്റ്റ് ബുക്സൊക്കെ സ്കൂളിൽ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. എന്തായാലും അത് നല്ലൊരു കാര്യമാണ്. കാര്യം അത്രയും കൂടെ വെയിറ്റ് കുഞ്ഞുങ്ങൾ ചുമക്കണ്ടല്ലോ. എന്തായാലും പാർക്കിലൊക്കെ കയറി, കുറേ റൈഡുകളിലൊക്കെ കയറി, ഊഞ്ഞാലൊക്കെ ആടി. അവർ നല്ല ഹാപ്പിയായി, അവരുടെ കരച്ചിൽ മാറി, എല്ലാം മാറി, നല്ല ഹാപ്പിയായി. പിന്നെ അവിടെ ക്ലാസ്സിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് കട്ടിങ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നിർത്തി ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ എൻ്റെ കൊച്ച്? ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസമായിരിക്കും നമ്മൾ സ്കൂളിലേക്ക് വരുന്നത്. അവർക്ക് കുറച്ച് സ്റ്റാർസൊക്കെ കിട്ടി, കുറച്ചല്ല, ഓരോരുത്തർക്കും ഓരോ സ്റ്റാർ വീതം അവരുടെ ഹൗസിൻ്റെ കളർ വെച്ചിട്ട്. ഹന്നമോള് റെഡ് ഹൗസിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഹന്നമോൾക്ക് റെഡ് കളർ സ്റ്റാറാണ് കിട്ടിയത്. അങ്ങനെ അതൊക്കെ വാങ്ങി സന്തോഷത്തോടെ ആൾ പോവുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു, അപ്പോൾ ഇത് തന്നെ ആയിരിക്കും നാളെ എന്നുള്ളൊരവസ്ഥയിലായിരിക്കും ഈ പോകുന്നത്, അറിയില്ല. എന്തായാലും പിറ്റേ ദിവസം രാവിലെ വിളിച്ചുണർത്തുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഭയങ്കര ഉറങ്ങി അങ്ങ് ഇതാക്കുക. ഞാൻ എത്ര വിളിച്ചിട്ടും ആൾ എണീക്കുന്നില്ല. അവസാനം കിടന്ന് വിളിച്ച് ഒന്ന് ഉണർത്തി കിട്ടി. കുഞ്ഞിനെ പറഞ്ഞിട്ടും കാര്യമില്ല, ആൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ 10-11 മണിയാകും. കാര്യം അവളുടെ പപ്പ വരുമ്പോഴത്തേന് ഒരു സമയമാവും. പിന്നെ കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് പപ്പയുടെ പുറകെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് കളിക്കും ചിരിയും എല്ലാം കഴിഞ്ഞ് ഉറങ്ങുമ്പോഴത്തേന് 10-11 മണിയാവും. പിറ്റേ ദിവസം 8 മണിയൊക്കെ ആകുമ്പോഴേ എണീക്കുന്നത്.
പക്ഷേ ഇനി മുതൽ സ്കൂളിൽ പോയി തുടങ്ങുമല്ലേ, നമുക്കൊരു 8:50 ആകുമ്പോഴത്തേന് സ്കൂളിലെത്തണം. അതിനുള്ളിൽ കുളിച്ച് റെഡിയായി ഒക്കെ നിൽക്കണ്ടേ. അപ്പം ഇനി മുതൽ അങ്ങനെ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ പതുക്കെ കൊണ്ട് ആളെ വിളിച്ച് ഉണർത്തി. സ്കൂളിൽ രാവിലെ പോകണം, ബ്രഷ് ചെയ്യണം, കുളിക്കണം, യൂണിഫോമൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞ് പതുക്കെ കൊണ്ട് വിളിച്ചുണർത്തി. എന്തായാലും ഒരു വിധം ഒന്ന് കുത്തിപ്പൊക്കി. എന്നിട്ട് പിന്നെയും കിടന്നുറങ്ങാൻ നോക്കുമായിരുന്നു. എന്തായാലും ഉണർന്നു. അങ്ങനെ നമ്മൾ യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി. നല്ല സുന്ദരി കുട്ടിയായിട്ട് താണ്ട നിൽപ്പുണ്ട്. നീ എൻ്റെ കൊച്ചിനെ നോക്കിക്ക്, എന്ത് രസമല്ലേ ആ യൂണിഫോമൊക്കെ ഇട്ടിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. ഈ യൂണിഫോമിൽ ഭയങ്കര രസമുണ്ടായിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു. എന്തായാലും ഇതാണ് കേട്ടോ ബാക്കിയുള്ള ദിവസങ്ങളിലെ എല്ലാ യൂണിഫോം. ബുധനാഴ്ച ഒഴികെ ബാക്കി ദിവസങ്ങളിലെ എല്ലാ യൂണിഫോമും ബാക്കി ദിവസങ്ങളിലുള്ള യൂണിഫോം ഇതാണ്. അപ്പം ഇനി ഈ യൂണിഫോമുകളിലായിരിക്കും ഹന്നമോൾ ഇനി സ്കൂളിലേക്ക് പോകുന്നത് കാണുന്നത്. എന്തായാലും സ്കൂളിൽ അന്നത്തെ ദിവസം എത്തി. അന്ന് പുള്ളിക്കാരത്തിക്ക് കരച്ചിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നുടാ. താണ്ട കയറി ക്ലാസ്സിൽ പോയിരുന്നു, എന്നെ മൈൻഡേ ചെയ്യുന്നില്ലായിരുന്നു. ഞാനിവിടെ വെളിയിൽ കിടന്ന് കരച്ചിലോട് കരച്ചിൽ. എന്തിനാ കരഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്കപ്പോൾ സങ്കടം വന്നു, ഞാൻ കരഞ്ഞു. പിന്നെ മിസ്സൊക്കെ വന്ന് ആശ്വസിപ്പിച്ച് എന്നെ ഒന്ന് സെറ്റാക്കി. ഇപ്പോഴും ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എന്നെ അവരെല്ലാവരും നിന്ന് കളിയാക്കാറുണ്ട്. കാര്യം കുട്ടി കരയുന്നില്ല, ഞാൻ മാത്രം കിടന്ന് കരയുകയാണ് അത് പറഞ്ഞിട്ട്. സാധാരണ പിള്ളേരാണല്ലോ കരയുന്നത്, ഇത് നേരെ തിരിച്ച് ഞാനായിരുന്നു കരച്ചിൽ. ആശാട്ടി എവിടെയാണെങ്കിൽ താണ്ടടാ അടുത്തിരുന്നൊരു പയ്യനുമായിട്ട് ഭയങ്കര സംസാരം. എന്തായാലും അന്ന് വൈകിട്ട് താണ്ട ലഞ്ച് ബാഗും തൂക്കിക്കൊണ്ട് വരുന്നൊരു കാഴ്ചയാണ് ഞാൻ ഈ കാണുന്നത്. ഇത് നമ്മൾ ജൂൺ 3, 4, 5 3 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. 3 ദിവസത്തെ സ്കൂൾ വിശേഷങ്ങളാണ് ഇത്. ഈ 3ാമത്തെ ദിവസമേ മഴയില്ലായിരുന്നു കേട്ടോ. 2ാമത്തെ ദിവസം നല്ല മഴയായിരുന്നു. 3ാമത്തെ ദിവസം മഴയില്ലായിരുന്നടാ. അതുകൊണ്ട് തന്നെ താണ്ട പിള്ളേരെല്ലാവരും കൂടെ പാർക്കിൽ കയറിയേക്കുന്നു. അപ്പോൾ ഉണ്ട് അവൾക്ക് പാർക്കിൽ കയറണം. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു സാരമില്ല, മഴയൊക്കെ അല്ലേ, വല്ലപ്പോഴുമൊക്കെ അല്ലേ ഇങ്ങനെ വരാൻ പറ്റുന്നത്. കാര്യം പാർക്കിൽ മഴയാണെങ്കിൽ പാർക്കിൽ കുഞ്ഞുങ്ങളെ അവർ വിടത്തില്ല. അപ്പോൾ മഴയില്ലാത്തപ്പോൾ അവർ കളിച്ചോട്ടെ, കളിച്ചല്ലേ അവർ വളരുന്നത് എന്നും പറഞ്ഞ് ഞാൻ അവളെ വിട്ടു. അപ്പം അതുപോലെ ഇന്നും വരാനായിട്ട് മടിയായിരുന്നു കേട്ടോ. അവിടെ കിടന്ന് കളിക്കുക. ഇന്ന് രാത്രി വരെ ഇവിടെ ഇരുന്ന് കളിച്ചാൽ അവൾക്കൊരു കുഴപ്പമില്ലാത്ത മട്ടിൽ അവൾ നിൽക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ സ്കൂൾ വരുന്നത്. അപ്പോൾ ഇനി മുതൽ ഹന്നമോൾ ഈ സ്കൂളിലായിരിക്കും പഠിക്കാൻ പോകുന്നത്. സെൻറ്റ് മേരീസ് ആണ് സ്കൂളിൻ്റെ പേര്. അപ്പോൾ സ്കൂളും അവളുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.